ഞങ്ങളിരിക്കുന്നത് വയനാട് മേപ്പാടിയിൽ 900 കണ്ടി എന്ന പ്രശസ്തമായ സ്ഥലത്തുള്ള ഒരു റിസോർട്ട് അല്ലെങ്കിൽ ക്യാമ്പിംഗ് സൈറ്റ് അല്ലെങ്കിൽ എക്കോ ടൂറിസം സൈറ്റ് ആയിട്ടുള്ള സുവലോ ട്രൈബിലാണ്. സുവലോ ട്രൈബിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൂളിലാണ് ഇരിക്കുന്നത്. ഈ പൂളിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഈ പൂൾ ഉണ്ടാക്കിയ ആളാണ് ഈ ഇരിക്കുന്നത്, ഗഫൂർ. ഓക്കെ, മെയിനായിട്ട് വാട്ടർ പ്രൂഫിംഗ് ആണ്. അതിപ്പോ നമുക്ക് കൂടുതൽ വരുന്നത് വീടോട് കൂടിയുള്ള പൂള്, പിന്നെ ബാത്റൂം ഉണ്ടാവും, ടെറസ്. നമ്മളിപ്പോ കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ ആർക്കിടെക്ടിന്റെ വർക്ക് വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നുണ്ട്. കേരള ഇപ്പോ തമിഴ്നാട് തുടങ്ങിയിട്ടുണ്ട്, പിന്നെ കർണാടക ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ 1-2 പ്രാവശ്യം തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ വീഡിയോ ചെയ്യാൻ വിളിച്ചിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല. ഈ ഞങ്ങൾ ഇരിക്കുന്ന പ്രദേശം 900 കണ്ടി എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് കേട്ടോ. ചുറ്റും തേയിലക്കാടുകളും കൂടുതലും ഏലം കൃഷിയാണ്. ദെൻ അപ്പുറത്ത് കാടുകളുണ്ട്. ഈ റിസോർട്ടിൽ ഒരു മെയിൻ ആയിട്ടുള്ളൊരു അക്കോമഡേഷൻ സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ക്യാമ്പിംഗ് സൈറ്റ് ഉണ്ട്, ട്രീ ഹൗസസ്, ഏറുമാടങ്ങളുണ്ട്. അതെല്ലാം കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ഇവരൊരു പൂള് പണിയാൻ കാരണം എന്താ? കൂടുതൽ ആളുകൾ വരുന്നുണ്ട്, യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട് അല്ലെ, യങ്സ്റ്റേഴ്സും ഫാമിലീസ് ഒക്കെ. അതിൽ ഒരു കുറച്ചുകൂടി അട്രാക്ഷൻ ഉണ്ടാവും പൂള് വരുമ്പോ. അപ്പൊ സാധാരണ പൂളുകൾ പോലെ നിങ്ങൾ എന്താ ടൈലൊന്നും ഇട്ട് മോടി പിടിപ്പിക്കാഞ്ഞു? അതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഇവർക്ക് സിമ്പിൾ ആയിട്ട് നാച്ചുറൽ ആയിരിക്കണം അല്ലേ, ആ രീതിയിൽ എന്താക്കണം. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 2000 സ്ക്വയർ ഫീറ്റിന്റെ ചോട വരും. നമ്മളിപ്പോ ഓഫ് റോഡ് വഴി വന്നപ്പോ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതിൽ വഴി നിങ്ങൾ എല്ലാം ആ വഴിയാണോ സാധനങ്ങൾ കൊണ്ടുവന്നത്? ആ രീതിയിൽ തന്നെ വണ്ടിയിൽ കയറ്റിട്ട് കൊണ്ടുവന്നത് അല്ലേ. ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ റിസോർട്ട് ഫുള്ള് കാണിച്ചിട്ടാണ്. നിങ്ങൾ സുവലോ ട്രൈബിലെ കണ്ണൻ, കണ്ണനാണ് എന്റെ കൂടെ നിൽക്കുന്നത്. ഐ ലൈക്ക് യുവർ സ്ട്രീറ്റ്സ്. എവിടെയാ സ്ഥലം? എവിടെയാ? ഞാൻ വയനാട്ടിൽ തന്നെയാണ്, മുട്ടിൽ എന്ന് പറയും. മുട്ടിൽ. ഇവിടെ സുവലോ ട്രൈബിൽ എത്ര കാലമായി? ഇവിടെ കുറച്ചായി, ഒരു 4 വർഷത്തോളായിട്ട് ഈ ടീമിന്റെ കൂടെ ഉണ്ട്. ഓക്കെ, ഇതിന് നിങ്ങൾ റിസോർട്ട് എന്നാണോ പറയാ, ജംഗിൾ ക്യാമ്പ് എന്നാണോ പറയാ? നമ്മളൊരു എക്സ്പെരിമെന്റൽ സ്റ്റേ എന്ന സെറ്റപ്പിലാണ്. സുവലോ എന്ന് പറയുമ്പോൾ സ്പാനിഷ് വേർഡ് അല്ലേ? ഈജിപ്ഷ്യൻ. സുവലോ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അടിത്തറ, നമ്മളൊരു ഗ്രൗണ്ട് ഫ്ലോർ. അപ്പോ ഇവിടുത്തെ സ്റ്റേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. ഇവർക്ക് ഡോർമിറ്ററി സിസ്റ്റം ഉണ്ട്, 10 പേർക്ക് താമസിക്കാം ഇവിടെ. ദെൻ 3 റൂമുണ്ട്, ഓരോ റൂമിലും 4 പേർക്ക് വീതം താമസിക്കാം. ഇതൊരു 80 ഏക്കർ പ്ലാന്റേഷന്റെ ഇടയിലുള്ള പ്രോപ്പർട്ടിയാണ് അല്ലെ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കൂടുതലും ഫാമിലീസ് ആണോ അതോ യങ്സ്റ്റേഴ്സ് ആണോ? ഫാമിലീസും വരും, യങ്സ്റ്റേഴ്സും വരും, കോളേജ് ട്രിപ്പുകൾ, സ്കൂൾ കുട്ടികൾ ഉണ്ടാവും, ട്രാവലേഴ്സ് ഉണ്ടാവും. ഇങ്ങനെ 1 വീക്ക് 2 വീക്സ് ഒക്കെ നിന്ന്, അതേപോലെ എഴുത്തുകാരും എല്ലാം. ഒരു റിട്രീറ്റിന് പറ്റിയ സ്ഥലമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ നമ്മൾ വന്നപ്പോ കണ്ടില്ല, ധാരാളം പേര് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ ഇരുന്നെങ്കായിട്ട് 2 ദിവസം ഇവിടെ വെറുതെ ഇരിക്കാനുള്ള ഒരു ഇഷ്ടം തോന്നിയത്. കണ്ണന് ധാരാളം ആരാധകരുണ്ടാവുമല്ലോ. ഇവിടുത്തെ താമസം, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാം. നമ്മൾ റൂമിന് സാധാരണ നമ്മൾ കപ്പിൾസ് റേറ്റിന് കൊടുക്കുകയാണെങ്കിൽ 4000 ആണ്. കപ്പിൾസ് റേറ്റിന് കൊടുക്കുമ്പോൾ ആ 4000 നമുക്ക് പിക്കപ്പ്, ഡ്രോപ്പ്, ബ്രേക്ക്ഫാസ്റ്റ്. പിക്കപ്പ് എന്ന് പറയുമ്പോൾ താഴെ മീനാക്ഷി പറഞ്ഞ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ജീപ്പിൽ തുരങ്കത്തിന്റെ അവിടുന്ന് പിക്കപ്പ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന്, പിന്നെ ഇവിടുന്ന് ഈവനിങ്ങിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് ട്രെക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ട്രെക്കിങ്സ്, പിന്നെ ഇതിന്റെ ടീ സ്നാക്സ്, അതുപോലെ ഡിന്നർ, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, മോർണിംഗ് നമുക്ക് വേറൊരു ട്രെക്കിങ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാം. ചെക്കൗട്ട് എത്ര മണിക്കാ? നമ്മൾ 11:30 to 12 ചെക്ക് ഇൻ 2 o'clock. അപ്പൊ ലഞ്ച് കഴിച്ചതിന് ശേഷം അല്ലേ. അപ്പൊ നിങ്ങൾ കൊടുക്കുന്നത് ഈവനിങ് സ്നാക്സ്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ഈ 3 മീൽസ് ആണ് നിങ്ങൾ കൊടുക്കുന്നത്. എക്സ്ട്രാ ഇനിയിപ്പോ ലഞ്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ റഷും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് വീക്ക് ഡേയ്സ് വരുന്ന ടീമുകൾക്ക് നമുക്ക് ലഞ്ചും ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം. ലഞ്ചിന് എത്ര എക്സ്ട്രാ വാങ്ങും? നമ്മൾ 200 ഒക്കെ ബേസിക് ആയിട്ടുള്ളത് അല്ലേ. ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ് എല്ലാരും പറയുന്നത്. ഗഫൂർ ഭായി എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? ആകാശ് പൂൾ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അവര് മെയിനായിട്ട് പൂളിന്റെ വർക്കാണ്. അത് ഒരു ഓൾ കേരള എന്ന് പറഞ്ഞ പോലെ ഓൾ ഇന്ത്യ പൂളിന്റെ വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പോൾ അവര് നമുക്ക് ഏത് സൈറ്റില് പൂളിന്റെ വർക്ക് ഉണ്ടെങ്കിലും വാട്ടർ പ്രൂഫിംഗ്. അപ്പൊ ഇതൊരു കൊളാബറേറ്റീവ് എഫർട്ട് കൂടിയാണ്. ആകാശ് പൂൾസ് ആണ് പൂൾ ഉണ്ടാക്കുന്നത്, വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നത് ഗഫൂർ ഭായി ആണ്. അപ്പൊ നിങ്ങൾക്ക് പൂൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഉള്ള പൂളോ വീടോ വാട്ടർ പ്രൂഫിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ സമീപിച്ചാൽ മതി. ഈ താമസത്തിൽ ഇപ്പൊ കപ്പിൾസ് ആണെങ്കിൽ എത്ര 2000 പെർ ഹെഡ് കപ്പിൾസ് റേറ്റ്. നമുക്ക് ഈ ബാച്ചിലേഴ്സിനെ റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ പെർ ഹെഡ് 1800 വെച്ചിട്ട് കൂട്ടുക. അത് ആളിപ്പോ ഒരു 5 പാക്സിന് മുകളിലുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറഞ്ഞു വരും. നമുക്ക് ഇപ്പോൾ ഒരു 40 ബാഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റൂം ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 1300 400 എന്നൊക്കെ നിലയിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത്. ഈ 1500 300 എന്നൊക്കെ പറഞ്ഞാൽ ടെന്റിൽ താമസിക്കുക, ഇവിടെ റൂമിൽ താമസിക്കാം. പിന്നെ ഡോർമെട്രി നമ്മൾ ചെയ്യുന്നത്
റേറ്റിൽ തന്നെയാണ്. എല്ലാം same rate 10 ബാഗ്സ് ഒക്കെ ആണെങ്കിൽ അപ്പൊ അവരുടെ 1500 ഭാഗ്യം പോലെ ഇരിക്കും എവിടെ Yes, കിട്ടുന്നത് കിട്ടുന്നു. അല്ലേ? അപ്പൊ നമ്മൾ ഈ ഇതിന്റെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. ഇനി 80 ഏക്കേഴ്സിന്റെ താഴെയാണ് ഇവർക്ക് ക്യാമ്പ് സൈറ്റും ഉണ്ട്, ഏറുമാടവും ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. എവിടെയാ സ്ഥലം? എവിടെയാ? കോഴിക്കോട്. നിങ്ങൾക്ക് കോഴിക്കോട്ടുകാരാണ് അല്ലേ? ആ അതെ, മലയണ്ണാൻ. ഇനി ഇതുപോലെ ഓ, ദാ. ഒരുപാട് സാധനം കാണാം. അതായിരിക്കും അവിടെ നോക്കുന്നു. ഇവിടെ പുലി, ആന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനത്തെ പ്രശ്നങ്ങൾ നിലവിൽ ഇപ്പൊ ഒന്നുമില്ല. പേര് സോറി, ശ്രാവൺ. ശ്രാവണാണ് നമ്മളെ ഗൈഡ്. ഓക്കെ, ഇവിടെ ഒരു പൂള് പണിതൂടെ അപ്പൊ? ട്രീ ഹട്ടിന്റെ താഴെയായിട്ട് ഒരു ചെറിയൊരു പൂള് കപ്പിൾസിനായിട്ട് ചെയ്യുന്നുണ്ട്. ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് വരുന്നത്. രാത്രി നിങ്ങൾക്ക് ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ടാവും അല്ലേ? ആ, ഇവിടെ താഴെ ഒരു ചെറിയൊരു സ്ട്രീം ഉണ്ട്. ചെറിയൊരു സ്ട്രീം ഉണ്ട്. ഇവിടെ തന്നെ ഇനി ഒരു 6-7 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പ്രോപ്പർട്ടിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാണ്ട്. ഇതിപ്പോ 2 പേർക്ക് താമസിക്കാനുള്ള അല്ല, ടെന്റിൽ 3 പേർക്ക് താമസിക്കാൻ പറ്റും. 3 പേഴ്സൺ ആണ് ടെന്റ് വരുന്നത്. 3 ആൾക്ക് സുഖമായിട്ട് താമസിക്കാം. സുഖമായിട്ട് കളയാം. പ്രോപ്പർട്ടിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയാവുന്നതാണ് നമ്മൾ അടുത്ത് കാണുന്നത്. ദർ ഇസ് എ സ്ട്രീം, യുനോ. മഴക്കാലായ കൂടുതൽ വെള്ളം ഉണ്ടാവും. ഇപ്പുറം ഫുള്ള് കാടാണ് അല്ലേ? ആ. ഇവിടെ നിന്നുള്ള വ്യൂ, അതിന്റെ മുകളിൽ കയറാൻ പറ്റും നമുക്ക്. അത് അരണാമലയാണ്. അതിന്റെ അവിടെ ആയിട്ട് ഒരു ചെറിയൊരു പ്രോപ്പർട്ടി, അവിടെ ആകെ ഒരു പ്രോപ്പർട്ടി മാത്രമേ നിലവിലുള്ളൂ. എത്ര കാലമായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇതിപ്പോ 14-15 വർഷത്തിലേക്കാണ്. ഇപ്പൊ ഈ അടുത്ത് ചെയ്തിട്ടൊരു വമ്പൻ പ്രൊജക്ട് ചെയ്തില്ലേ, ഏതൊരു റിസോർട്ട്? അതേതാ? അത് കാലിക്കറ്റിലാണ്. പേര് പറയാൻ പാടില്ല. അപ്പൊ കാലിക്കറ്റിലുള്ള ഒരു വമ്പൻ ഇന്റർനാഷണൽ ഒരു റിസോർട്ട് കം ആയുർവേദിക് സ്പാ. 50,000 സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ വർക്ക് വരെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ എന്തില്ല, വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല. ഇത് വെള്ളം നല്ല വെള്ളമാണല്ലോ അല്ലേ? ഏത് കാട്ടിലും മോട്ടിലും മേട്ടിലും എവിടെ ആയി കഴിഞ്ഞാലും നിങ്ങളുടെ സർവീസസ് അവൈലബിൾ ആണ്. എങ്ങനെയാണ് അപ്പോ ആദ്യം നിങ്ങൾക്ക് അഡ്വാൻസിങ് എങ്ങനെയാണ് അതിന്റെ ഒരു സിസ്റ്റം? അതായത് നമ്മൾ ആദ്യം സൈറ്റ് പോയി വിസിറ്റ് ചെയ്യും. പിന്നെ അവിടെ വേണ്ടി അതായത് മെറ്റീരിയൽസ് നോക്കും. മെറ്റീരിയൽസ് നോക്കിയിട്ട് കോട്ട് കൊടുക്കും. പിന്നെ കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത ചില സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് അധികം വലിയ വലിയ വീടിന്റെ വർക്ക് എടുക്കുന്നതിന്റെ കെയർ വർക്ക് വരുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ കുഴപ്പമൊന്നുമില്ല. സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയാണ് മിനിമം? ഏരിയക്ക് അനുസരിച്ച് ഇപ്പൊ നമുക്ക് എടുക്കണൊക്കെ 20,000 സ്ക്വയർ ഫീറ്റ്, 50,000 സ്ക്വയർ ഫീറ്റ്, 10,000 അങ്ങനെയൊക്കെ കിട്ടണത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ഏരിയ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറഞ്ഞ റേറ്റിന് എടുക്കാൻ പറ്റും. പുതിയ വീടുകള്, അതുപോലെ വലിയ കൊമേഴ്ഷ്യൽ പ്രോജക്ട്സ്, റിസോർട്ടുകള്, ഹോസ്പിറ്റൽസ്, അങ്ങനെയുള്ള സംഗതികൾ ഇതൊക്കെയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഞാൻ 3 വർഷം മുമ്പ് കാണുമ്പോൾ നിങ്ങളുടെ ബിസിനസ് അങ്ങനെ ഡെവലപ്പിംഗ് സ്റ്റേജിലായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ ഓരോ ബിസിനസ്സുകാരെയും പിന്നെ നമ്മൾ കാണുമ്പോൾ അവർ മുന്നിലോട്ട് തന്നെ പോവാണ്. അതിനൊരു ഉദാഹരണം കൂടിയാണ് ഗഫൂർ ഭായ്. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സർവീസുകൾ ഉപയോഗിക്കാം. ഞാൻ വയനാട് ഒരു കാട്ടിലിരുന്നിട്ടാണ് ഈ പറയുന്നത്. ഈ പൂള് വളരെ ലക്ഷൂറിയസ് പൂളൊന്നുമല്ല. ഈ സ്ഥലത്തിന് അനുയോജ്യമായിട്ട് വളരെ റസ്റ്റിക്കായി, വളരെ നാച്ചുറൽ ആയിട്ട് ഇവിടെ ഇതിനിടയിൽ, ഈ മരങ്ങളുടെ ഇടയിൽ തീർത്തിട്ടുള്ള ഒരു പൂളാണ്. ഈ പൂളിന്റെ വാട്ടർ പ്രൂഫിങ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക? അതിന്റെ ടെക്നോളജി എന്താ? അതായത് നമ്മൾ ആദ്യം ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ അണ്ടർ കോട്ടിങ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാലാണ് പിന്നെ ഈ ഫൈബർ മെഷ് ചെയ്യല്. ഈ സ്ട്രക്ചർ വരുന്ന ഫൈബർ മെഷിന്റെ സ്ട്രക്ചറാണ്. അത് പെയിന്റ് ചെയ്ത് പിടിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അതിന്റെ റെസിൻ ഉണ്ട്, ഹാർഡനർ റെസിൻ, അതിന്റെ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ അത് ഹാർഡനർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫാസ്റ്റ് ആക്കിയിട്ടോ സ്ലോ ആക്കിയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും എന്താക്കാൻ പറ്റും. കാലാവസ്ഥക്ക് അനുസരിച്ച് മെറ്റീരിയൽസ് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പേപ്പർ ഒക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഫിനിഷിംഗ് കോട്ട് അപ്ലൈ ചെയ്യും. ഫിനിഷിംഗ് കോട്ട് ഇതെല്ലാം വാട്ടർ റെസിസ്റ്റന്റ് ആണ് അല്ലെ? FRB എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് ഇവർ ഇതിന് ഉപയോഗിക്കുന്നത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. എത്ര വർഷത്തെ ഗ്യാരണ്ടിയാണ് നിങ്ങൾ കൊടുക്കുക? നമ്മൾ 10 വർഷം മുതൽ 20 വർഷം വരെയുള്ള ഗ്യാരണ്ടിയാണ്. അപ്പൊ ഇവിടെ എന്തായാലും ഒരു ലീക്കും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. 100%. വെള്ളം നിറച്ചിട്ട് ഇപ്പൊ കുറെ ദിവസമായി, ഇപ്പൊ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇവരിത് ഓപ്പൺ ആയിട്ടില്ല പബ്ലിക്കിന്. അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. നിങ്ങൾക്ക് ഗഫൂർ ഭായിയുടെ സർവീസസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ.